കരുണയുള്ള ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? നല്ല സ്നേഹമുള്ള, ദയയുള്ള, അനുകമ്പയുള്ള, മനസ്സലിയുള്ള, സഹാനുഭൂതിയുള്ള, ഔദാര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും അല്ലേ? ഒരുപക്ഷെ നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ആ ദൃഷ്ടാന്ത കഥയിലെ നല്ല ശമരിയക്കാരനായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ആ ശമരിയക്കാരൻ അദ്ദേഹം എരിഹോവിലേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്രാമധ്യേ വഴിയരികിൽ കവർച്ചക്കാരാൽ കവർച്ച ചെയ്യപ്പെട്ട് ദേഹമാസകലം മുറിവേറ്റ നിലയിൽ നിലത്ത് കിടക്കുന്ന ഒരു ജൂതനെ അദ്ദേഹം കാണുന്നു. എന്നാൽ അദ്ദേഹം ഈ ജൂതനെ കാണുന്നതിന് മുൻപ് രണ്ടുപേർ ആ വഴി കടന്നു പോയിരുന്നു. ഒരാൾ ഒരു ലേവ്യനായിരുന്നു, മറ്റൊരാൾ ആലയത്തിലെ ഒരു പുരോഹിതനുമായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേർക്കും ഒരു മനസ്സിലും തോന്നിയില്ല, ഒരു കരുണയും തോന്നിയില്ല, ഒരു സഹായവും ചെയ്തില്ല. അവർ ആ വഴി കടന്നുപോയി. എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തനായി ആ ശമരിയക്കാരന് പക്ഷേ ഈ ജൂതനെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി. അദ്ദേഹം തന്റെ കഴുതപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി ആ ജൂതന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. ആ ജൂതനെ അദ്ദേഹം തന്റെ കൈകൾ കൊണ്ട് താങ്ങി തന്റെ മാറോട് ചേർത്ത് പിടിച്ചു. ആ ജൂതന്റെ മുറിവുകൾ വെച്ച് കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ അടുത്ത ചിത്രത്തിൽ കാണുന്നത് പോലെ ആ ജൂതനെ അദ്ദേഹം കഴുതപ്പുറത്ത് കയറ്റി അടുത്തുള്ള ഒരു സത്രത്തിൽ കൊണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം കടന്നു കളഞ്ഞില്ല. ആ ജൂതൻ സുഖപ്പെടുന്നത് വരെ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകി കൊടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഈ ശമരിയക്കാരനെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കരുണ എന്ന ഗുണമായിരുന്നു. കരുണ എന്ന ഗുണത്തിന്റെ മനോഹരമായ ഒരു ചിത്രീകരണമാണ് നമുക്ക് ഈ നല്ല ശമരിയക്കാരൻ എന്ന് പഠിക്കാൻ സാധിക്കും, അല്ലേ? എന്നാൽ ഈ കരുണയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ വശം മാത്രമല്ല. എന്താണ് ആ വശം? അതറിയാനായിട്ട് നമുക്ക് വേറൊരു ചിത്രത്തിലേക്ക് വരാം. ഈ ചിത്രത്തില് വലത് സൈഡിൽ നിങ്ങൾക്കൊരു ജഡ്ജിയെ കാണാം. ആ ജഡ്ജിയുടെ പേര് ഫ്രാങ്ക് കാപ്രിയോ എന്നാണ്. ഇടതുവശത്ത് ഒരു കുറ്റവാളിയെ കാണാം. ഈ സംഭവം നടക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? ഇദ്ദേഹം ചെയ്ത കുറ്റം സിഗ്നലിൽ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, വാഹനങ്ങൾ ഓടിക്കുന്നവർക്കറിയാം, സിഗ്നൽ വരുന്ന സമയത്ത് ചുവന്ന ലൈറ്റാണ് കത്തി കിടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും വാഹനം മുന്നോട്ടെടുക്കാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാഹനം സിഗ്നലിലായിരുന്നു, ചുവന്ന ലൈറ്റായിരുന്നു. മനഃപൂർവ്വം ഈ വ്യക്തി സിഗ്നൽ ക്രോസ് ചെയ്ത് വാഹനം എടുത്തു. ഇത് കേസായി കോടതിയിലെത്തി വലിയൊരു തുക നഷ്ടപരിഹാരം, ഫൈൻ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ജഡ്ജി ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ സിഗ്നൽ ക്രോസ് ചെയ്യാൻ പാടില്ല, റെഡ് ലൈറ്റ് ആണെന്ന് ഉണ്ടെങ്കിൽ? അദ്ദേഹത്തിന് അറിയാം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനൊരു കാര്യം ചെയ്തു? അപ്പൊ ആ വ്യക്തി പറഞ്ഞു, ആ വ്യക്തി സിഗ്നലിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഗർഭിണിയായ അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നൊരു കോൾ വന്നു. ആ കോളില് അവരുടെ ഭാര്യ പറഞ്ഞു അവർക്ക് അതിഗുരുതരമായ ഒരു രക്തസ്രാവം ഉണ്ടായി, അവരുടെ ഗർഭം അലസിപ്പോയി, അബോർഷനായി. ഇത് അദ്ദേഹത്തിന് സഹിക്കാൻ സാധിച്ചില്ല. എത്രയും വേഗം തന്നെ ഭാര്യയോടൊപ്പം ആയിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ചുവന്ന ലൈറ്റാണോ പച്ചയാണോ ഒന്നും നോക്കിയില്ല, അദ്ദേഹം വാഹനം എടുത്താൽ മുമ്പോട്ട് പോവുകയാണ് ചെയ്തു. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ജഡ്ജിക്ക് കാര്യം മനസ്സിലായി. ജഡ്ജി അദ്ദേഹത്തോട് കൂടുതലായിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പൊ ജഡ്ജിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല അബോർഷൻ ആകുന്നത്, 5ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു പിതാവിന്റെ വേദന എന്താണെന്ന് ആ ജഡ്ജി മനസ്സിലാക്കി. ആ ജഡ്ജി എന്തെന്നറിയാമോ? ഈ കേസ് തന്നെ ക്യാൻസൽ ചെയ്തു. അദ്ദേഹത്തിന് വലിയ തുക ഫൈനായിട്ട് അടയ്ക്കേണ്ടി വന്നില്ല. ഇവിടെ കരുണയുടെ മറ്റൊരു വശം നമ്മൾ കാണുന്നു, അല്ലെ? എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തിയെ ശിക്ഷിക്കാതെ ആ വ്യക്തിക്ക് കൊടുക്കുന്ന മാപ്പ്, ആ വ്യക്തിയോട് ക്ഷമിക്കുന്നതിനെ അർത്ഥമാക്കാനും കരുണയ്ക്ക് സാധിക്കും. അപ്പൊ കരുണയുടെ 2 വശങ്ങൾ നമ്മൾ കണ്ടു, അല്ലെ? നമ്മൾ ആദ്യത്തെ ശമരിയക്കാരന്റെ ദൃഷ്ടാന്തത്തിൽ കണ്ടത് എന്താണ്? കരുണ കാണിച്ചു, പ്രവൃത്തിയിലൂടെ കാണിച്ചു. ഇവിടെ മാപ്പ് കൊടുത്തു. അപ്പൊ യഥാർത്ഥ കരുണ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ കരുണ എന്ന് പറഞ്ഞാൽ മനസ്സലിവ് മാത്രമല്ല, ഹൃദയത്തിൽ തോന്നുന്ന ഒരു വികാരം മാത്രമല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ ആശ്വാസം നൽകുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കരുണയാണ്. ഇപ്പൊ എനിക്കൊരു വ്യക്തിയോട് മനസ്സലിവ് തോന്നുന്നുണ്ട് കണ്ടപ്പോൾ, പക്ഷേ ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തില്ല. അത് യഥാർത്ഥ കരുണയാണോ? അല്ല. ഞാൻ പ്രവൃത്തിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു, പക്ഷേ എന്റെ ഹൃദയത്തില് ഒരു മനസ്സലിവും ഇല്ല, അനുകമ്പയില്ല. അത് യഥാർത്ഥ കരുണയാണോ?
അല്ല. അപ്പൊ യഥാർത്ഥ കരുണ എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിക്ക് മനസ്സലിവ് ഉണ്ടാകുന്നു, അത് പ്രവൃത്തിയിലൂടെ ചെയ്ത് കാണിക്കുന്നു, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകി കൊടുക്കുന്നു. അതിനെയാണ് യഥാർത്ഥ കരുണ എന്ന് പറയുന്നത്. ഇപ്പൊ കരുണയെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടി അല്ലേ, നല്ലൊരു ആമുഖം കിട്ടി. എന്താണ് കരുണ നമ്മൾ മനസ്സിലാക്കി. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കരുണ കാണിച്ച കാര്യത്തിൽ ഏറ്റവും മികച്ച മാതൃക ആരാണ്? കരുണ കാണിച്ച കാര്യത്തിൽ ഏറ്റവും മികച്ച മാതൃക ഒരു സംശയമില്ല, നമ്മുടെ എല്ലാം സ്വർഗീയ പിതാവായിരിക്കുന്ന യഹോവയായ ദൈവമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? നമുക്ക് എല്ലാവർക്കും ബൈബിൾ തുറന്ന് ഒരു വാക്യം പരിശോധിക്കാം. ദയവായി നിങ്ങളുടെ ബൈബിൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ബൈബിൾ തുറക്കാം. അവിടെ യഹോവ എങ്ങനെയാണ് മാതൃക വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എല്ലാ സഹോദരങ്ങൾക്കും ആ വാക്യം എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവം മനസ്സലിവുള്ള പിതാവും ഏത് സാഹചര്യത്തിലും ആശ്വാസം തരുന്ന ദൈവവുമല്ലോ. 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. കരുണ എന്ന് പറയുമ്പോൾ 1 മനസ്സലിവ് വേണം, 2 ആശ്വാസം നൽകണം. ഇത് 2 നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. യഹോവ മനസ്സലിവുള്ള പിതാവാണ്, ആശ്വാസം നൽകി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ യഹോവ കരുണയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച മാതൃകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യഹോവ ഇങ്ങനെ കരുണ കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ട്. കൊരിന്ത്യ സഭയോടുള്ള യഹോവയുടെ ഇടപെടലുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോസ്തലൻ പൗലോസ് ഈ വാക്യം എഴുതുന്നത് കൊരിന്ത്യ സഭയ്ക്കാണ്. കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനമാണ്. ഈ 2-ാമത്തെ ലേഖനം എഴുതുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് 1-ാമത്തെ ലേഖനം കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയിരുന്നു. ആ കൊരിന്ത്യ സഭയുടെ അവസ്ഥ എന്തായിരുന്നു? വളരെ മോശമായ അവസ്ഥയായിരുന്നു. ഈ കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ പുതുതായി രൂപം കൊണ്ട ഒരു സഭയായിരുന്നു. സഭയിൽ നടന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവിടെ ഭിന്നത ഉണ്ടായിരുന്നു, പക്ഷപാതം ഉണ്ടായിരുന്നു, ദ്രവ്യാഗ്രഹം ഉണ്ടായിരുന്നു, ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്നു. എല്ലാറ്റിലുപരിയായി ലൈംഗിക അധാർമികതയുണ്ടായിരുന്നു. ലൈംഗിക അധാർമികത എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 5:1 വായിക്കുമ്പോൾ നമുക്കറിയാം, ആ സഭയിലെ ഒരു സഹോദരൻ സ്വന്തം അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നു. ഒന്നാലോചിച്ച് നോക്കുക. ജാതികൾക്കിടയിൽ പോലും ഇല്ലാത്ത മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ സഭയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് ശക്തമായ ഭാഷയിൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ആ ദുഷ്ടനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. പിന്നീട് ആ വ്യക്തിയെ സഭയിൽ നിന്ന് നീക്കം ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ നീക്കം ചെയ്ത് ഏതാനും മാസങ്ങൾക്ക് ശേഷം 2-ാമത്തെ ലേഖനം കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയപ്പോൾ ഇതേ അപ്പോസ്തലൻ പറയുന്നു, ആ വ്യക്തിയെ സഭയിലേക്ക് തിരിച്ചെടുക്കുക. അതിനർത്ഥം എന്താണ്? ആ വ്യക്തി അതിനോടകം മാനസാന്തരപ്പെട്ടു, പശ്ചാത്തപിച്ചു, തന്റെ തെറ്റായ ഗതി ഉപേക്ഷിച്ചു, യഹോവയിലേക്ക് മടങ്ങി വന്നപ്പോൾ യഹോവ ആ വ്യക്തിയെ 2 കൈ നീട്ടി സ്വാഗതം ചെയ്തു. ഇത് തന്നെയാണ് കൊരിന്ത്യ സഭയിൽ നടന്നത്. അവിടെയുള്ള പല സഹോദരങ്ങളും മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മാനസാന്തരപ്പെട്ട് യഹോവയിലേക്ക് മടങ്ങി വന്നപ്പോൾ യഹോവ അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു. അപ്പൊ കരുണയുടെ ഏറ്റവും മികച്ച മാതൃകയല്ലേ നമ്മളിവിടെ യഹോവയിൽ കാണുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കരുണ കാണിക്കുന്ന കാര്യത്തിൽ യഹോവയുടെ കരുണയുടെ വ്യാപ്തി എത്രയാണ്? എത്ര വലുതാണ് യഹോവയുടെ കരുണ? അത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന മനോഹരമായ ഒരു വാഗ്മയ ചിത്രം ബൈബിളിലുണ്ട്. എന്താണ് ആ ചിത്രം? നമുക്ക് എല്ലാവർക്കും ബൈബിൾ തുറന്നൊരു വാക്യം നോക്കാം. യെശയ്യാവ് 49-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. യെശയ്യാവ് 49:15. യഹോവയുടെ കരുണ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ വാക്യം നമ്മളെ സഹായിക്കും. യെശയ്യാവ് 49:15. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് മറക്കാനാകുമോ? താൻ പ്രസവിച്ച മകനോട് ഒരു സ്ത്രീ അലിവ് കാട്ടാതിരിക്കുമോ? ഇവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. എത്ര ഹൃദയസ്പർശിയായ വാക്യം അല്ലേ. നമുക്കറിയാം, ഇന്ന് ഈ ഭൂമിയിൽ വെച്ചുള്ള മനുഷ്യബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ബന്ധം, ഏറ്റവും ശക്തമായ ബന്ധം, ഏറ്റവും തീവ്രമായ ബന്ധം എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് തന്റെ കൈക്കുഞ്ഞിനോടുള്ള ബന്ധമാണ്. അതിനേക്കാൾ ശക്തമായ മറ്റൊരു ബന്ധം ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പല കവികളും കലാകാരന്മാരും ചിത്രകാരന്മാരൊക്കെ മനോഹരമായ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചില ചിത്രകാരന്മാർ മനോഹരമായ പടങ്ങൾ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചിത്രം നമുക്കിവിടെ കാണാം അല്ലേ. ഒരു അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ്. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കുക. ആ അമ്മയുടെ മുഖത്ത് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ കാണാം? സ്നേഹം കാണാം, ദയ കാണാം, സഹാനുഭൂതി കാണാം, അനുകമ്പ കാണാം, മനസ്സലിവ് കാണാം അല്ലേ. കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുക. എത്ര സുരക്ഷിതനായിട്ടാണ് കുഞ്ഞിരിക്കുന്നത്. ഈ ബന്ധം എന്ന് പറയുന്നത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശക്തമായ ബന്ധം എന്ന് പറയപ്പെടുന്നു. പക്ഷെ സങ്കടമെന്ന് പറയട്ടെ, യെശയ്യാവിന്റെ കാലത്ത് മാത്രമല്ല, നമ്മുടെ ഈ നാളുകളിൽ പോലും ഈ ബന്ധത്തിന് പോലും വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കേൾക്കുന്നത് അല്ലെ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ചോരയിൽ പിറന്നു വീണ കൈക്കുഞ്ഞിനെ വരെ
വാഴച്ചൂട്ടിലും ചവറ്റുകുട്ടയിലും വരെ വലിച്ചെറിയുന്ന അമ്മമാരെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. ഒന്നാലോചിച്ച് നോക്കുക. അനാഥാലയങ്ങൾ ഓരോ ദിവസവും ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നു. 100 കണക്കിന് അനാഥാലയങ്ങളാണ്, ഇതുപോലുള്ള അനാഥാലയങ്ങളാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ വരുന്നത്. സൗരങ്ങളെ നിങ്ങൾ വിശ്വസിക്കില്ല, 2023 ഒരു കണക്ക് പറയുന്നതനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ മാത്രം എത്ര അനാഥരുണ്ടെന്ന് അറിയാമോ? ഏതാണ്ട് 3,10,00,000 കുട്ടികൾ അനാഥരാണ് ഇന്ത്യയിൽ, ഉപേക്ഷിക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ 4% വരുന്ന ഇന്ത്യയിലെ കുട്ടികൾ അനാഥരാണ്. അതിൽ ഭൂരിപക്ഷവും അമ്മമാർ ഉപേക്ഷിച്ച മക്കളാണ്, കുട്ടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ മനുഷ്യബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ ബന്ധം, ഏറ്റവും തീവ്രമായ ബന്ധം, ഏറ്റവും പാവനമായ ബന്ധം, ഏറ്റവും പവിത്രമായ ബന്ധം എന്ന് പറയുന്ന ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള ബന്ധത്തിന് പോലും വിള്ളൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പ്രവാചകൻ യെശയ്യാവിലൂടെ യഹോവ സംസാരിക്കുന്നു, ഇവർ മറന്നു കളഞ്ഞാലും ഞാൻ നിങ്ങളെ ഒരിക്കലും മറന്നു കളയില്ല. എത്ര ഹൃദയസ്പർശിയായ വാക്കുകൾ സഹോദരങ്ങളെ! ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറയുന്ന സ്നേഹസ്വരൂപനായ, കരുണാകരനായ, മനസ്സിലുള്ള ഒരു പിതാവിനെ നമുക്ക് ആരാധിക്കാൻ സാധിക്കുന്നു. നാം സന്തോഷിക്കുന്നില്ലേ? അപ്പൊ യഹോവയുടെ കരുണ എത്ര വലുതാണ്! ഏതൊരു മനുഷ്യ ബന്ധത്തെക്കാളും ഉന്നതമാണ് യഹോവയുടെ കരുണ. ശരി, അങ്ങനെയാണെങ്കിൽ യഹോവ കരുണ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കരുണയ്ക്ക് പരിധിയില്ലെന്നാണോ? പരിധിയില്ലാതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും, എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ലെന്നാണോ? അങ്ങനെ അർത്ഥമാക്കുന്നില്ല. ഒരു വശത്ത് യഹോവയുടെ നീതിയാണെങ്കിൽ മറുവശത്ത് യഹോവയുടെ കരുണയാണ്. യഹോവയുടെ നീതിയിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് യഹോവ ഒരിക്കലും കരുണ കാണിക്കുന്നില്ല. ഒരു വ്യക്തി യഹോവയുടെ നീതി തള്ളിക്കളഞ്ഞ് സ്വാർത്ഥ താല്പര്യങ്ങളനുസരിച്ച് ജീവിച്ചാൽ ആ വ്യക്തിയോട് കരുണ കാണിക്കുന്നില്ല. പക്ഷെ അതേ വ്യക്തി മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് മടങ്ങി വന്നാൽ ആ വ്യക്തിയെ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യാൻ യഹോവ തയ്യാറാണ്. അങ്ങനെ യഹോവ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്രായേൽ ജനം പല പ്രാവശ്യം യഹോവയെ വേദനിപ്പിച്ചു, യഹോവ അവരെ ഉപേക്ഷിച്ചു. പക്ഷെ എപ്പോഴെല്ലാം അവർ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നോ അപ്പോഴെല്ലാം യഹോവ അവരെ സ്വാഗതം ചെയ്തു. വ്യക്തികളെ കുറിച്ച് നമുക്കറിയാം. മനശ്ശെ രാജാവ്, അദ്ദേഹം ഒരു കൊടിയ ദുഷ്ടനായിരുന്നു. അദ്ദേഹം മന്ത്രവാദം, ആഭിചാരം, വിഗ്രഹാരാധന മാത്രമല്ല ചെയ്തത്, തന്റെ മക്കളെ പോലും അഗ്നി പ്രവേശനം ചെയ്തു. എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ചുട്ടരിച്ച് കൊന്നു. അത്ര ക്രൂരനായ കൊടിയ ദുഷ്ടനായിരുന്നു. പക്ഷെ ആ ദുഷ്ടൻ അവസാനം മാനസാന്തരപ്പെട്ട് യഹോവയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ആ ദുഷ്ടന്റെ പാപങ്ങൾ ക്ഷമിച്ചു. അപ്പൊ യഹോവയുടെ കരുണ എത്ര വലുതാണ്, അല്ലെ? ദാവീദ് രാജാവിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം നല്ലൊരു രാജാവായിരുന്നു. പക്ഷെ പല പ്രാവശ്യം ഗുരുതരമായ തെറ്റുകൾ ചെയ്തു. പക്ഷെ അദ്ദേഹം മാനസാന്തരപ്പെട്ടു, മാറ്റങ്ങൾ വരുത്തി തിരിഞ്ഞു വന്നപ്പോൾ യഹോവ ദാവീദിന്റെ പാപങ്ങൾ ക്ഷമിച്ചു. അതുകൊണ്ടാണ് യെശയ്യാവ് 1:18 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുത്തു വരും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ വ്യക്തി മാനസാന്തരപ്പെടണം, ആ വ്യക്തി യഹോവയിലേക്ക് മടങ്ങി വരണം, തന്റെ തെറ്റുകൾ സംബന്ധിച്ച് അനുദപിക്കണം. അപ്പൊ യഹോവയുടെ കരുണ എത്ര വലുതാണെന്ന് നമ്മൾ കണ്ടു, അല്ലെ? ശരി, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അനുകരിക്കാൻ കഴിയുന്ന അടുത്ത മാതൃക ആരാണ്? അത് നമ്മുടെ രാജാവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കരുണ കാണിച്ചു, അല്ലെ? യേശു സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ ചെയ്തത്. ആളുകളുടെ മുമ്പിൽ ഒരു ഷോ കാണിക്കുക, അതല്ല യേശുവിന്റെ ഉദ്ദേശം. മറിച്ച് ആളുകളോടുള്ള സ്നേഹം, അനുകമ്പ, മനസ്സലിവ് എന്നിവയായിരുന്നു യേശുവിനെ അതിനെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, യേശു ഭൂമിയിലായിരുന്നപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, അന്ധർ, ബധിരർ, ഊമർ, കുരുടർ തുടങ്ങി നാനാവിധ വ്യാധികളാൽ വലഞ്ഞിരുന്ന ആളുകളെ യേശു സുഖപ്പെടുത്തി. ഇതിനെല്ലാം യേശുവിനെ പ്രേരിപ്പിച്ച എന്തായിരുന്നു? കരുണ എന്ന ഗുണമായിരുന്നു, അല്ലെ? യേശു കരുണ കാണിച്ച ധാരാളം സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട്. നമുക്ക് ഒരു സന്ദർഭം ഇപ്പോൾ ഒന്ന് നോക്കാം. ആ സന്ദർഭം നമ്മൾ കാണുന്നത് മർക്കോസ് 1:40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സന്ദർഭം കാണുന്നത്. ഇത് വായിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചിത്രം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ യേശു ക്രിസ്തു കുഷ്ഠരോഗിയായ ഒരു വ്യക്തിയെ തൊട്ട് സൗഖ്യമാക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ചിത്രം സൂക്ഷിച്ചു നോക്കുക. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കും. ഇത് മനസ്സിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്യം വായിക്കാം. മർക്കോസ് 1:40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ സഹോദരങ്ങൾക്കും ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ബൈബിൾ തുറക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി ഇങ്ങനെ അപേക്ഷിച്ചു, ഒന്ന് മനസ്സ് വെച്ചാൽ അങ്ങേക്ക് എന്നെ ശുദ്ധനാക്കാം. അത് കേട്ട് മനസ്സലിഞ്ഞ യേശു കൈ നീട്ടി അയാളെ തൊട്ടുകൊണ്ട്, എനിക്ക് മനസ്സാണ്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കുഷ്ഠം മാറി അയാൾ ശുദ്ധനായി. സഹോദരങ്ങളെ, ഈ കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമോ? പല വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. വളരെ മാരകമായ ഒരു അസുഖമായിരുന്നു. കൈ വിരലുകൾ, കാതുകൾ, കാൽ വിരലുകൾ, മൂക്ക് എല്ലാം ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ, കാർന്ന് തിന്നുന്ന ഒരവസ്ഥ. 1-ാം നൂറ്റാണ്ടിൽ കുഷ്ഠരോഗികളുടെ അവസ്ഥ അതിന് മോശമായിരുന്നു.
ഒരു കുഷ്ഠരോഗി സാധാരണ 6 അടി അകലം പാലിക്കണമായിരുന്നു. അന്നത്തെ നിയമം അങ്ങനെയായിരുന്നു. ഇനി കാറ്റുള്ള ദിവസമാണെങ്കിൽ ഒരു കുഷ്ഠരോഗി 60 അടി അകലം പാലിക്കണം. 150 അടി അകലം പാലിക്കണം എന്ന് പറഞ്ഞാൽ 45 മീറ്റർ അകലം നിൽക്കണം. ഏതെങ്കിലും ഒരു കുഷ്ഠരോഗി വഴിയിലൂടെ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾ അയാളെ നോക്കി അശുദ്ധൻ 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 എന്ന് വിളിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും. അത് മാത്രമല്ല, ക്രൂരന്മാരായ ചില ആളുകൾ ഈ കുഷ്ഠരോഗികളോട് വളരെ മോശമായി പെരുമാറിയിരുന്നു. നമ്മൾ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചില ആളുകൾ ഈ പട്ടികളെ, തെരുവ് നായ്ക്കളെയൊക്കെ കല്ലെറിയുന്ന കണ്ടിട്ടുണ്ടല്ലേ? ഈ കല്ലേറ് കൊണ്ടിട്ട് അതിന്റെ മുഖവും മുതുകൊക്കെ വിണ്ട് കീറിയിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ? ഇതുപോലെ അന്നുണ്ടായിരുന്ന ക്രൂരന്മാർ ഈ കുഷ്ഠരോഗികളെ കല്ലെറിഞ്ഞ് ആട്ടി ഓടിച്ചിരുന്നു. അത്ര മാനസികമായും വൈകാരികമായും ശാരീരികമായും വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന കുഷ്ഠരോഗികൾ. സഹോദരങ്ങളെ, ഒരു തെരുവ് നായ്ക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ അങ്ങേറ്റം അറപ്പോടെ, അങ്ങേറ്റം വെറുപ്പോടെ, നികൃഷ്ട ജന്തുക്കളെ പോലെ ആട്ടി ഓടിക്കപ്പെട്ടിരുന്ന കുഷ്ഠരോഗികൾ, അതിലൊരാൾ യേശുവിനെ കണ്ടപ്പോൾ യേശുവിന്റെ അടുത്ത് വന്നു. യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തി, കർത്താവേ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ, നിന്നോടാരാണ് വരാൻ പറഞ്ഞത്? ദൂരപ്പോടാ എന്നല്ലേ യേശു പറഞ്ഞത്. പിന്നെ എന്ത് പറഞ്ഞു? മകനെ, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ യേശുവിന്റെ ആ കരുണ എത്ര വലുതായിരുന്നു സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ ചിത്രത്തിൽ കാണാൻ നമുക്ക്, അല്ലേ? അവർക്ക് ആശ്ചര്യമാണ്. തൊട്ട് സൗഖ്യമാക്കുന്നു. അത് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല യേശു തൊടുന്നത്. കാരണം കുഷ്ഠരോഗി അന്നുവരെ ആരും തൊട്ടിരുന്നില്ല. തൊട്ടിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. പക്ഷെ യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് കൊടുക്കാമായിരുന്നു. പക്ഷെ യേശു അങ്ങനെ ചെയ്തില്ല. യേശു ആ വ്യക്തിയെ കൈ നീട്ടി തൊട്ടു. ഒരുപക്ഷെ ആ വ്യക്തി ഏറ്റവും കൂടുതൽ വിലമതിച്ചെന്തായിരിക്കും? യേശുവിന്റെ ആ സ്പർശനമായിരിക്കും, അല്ലേ? അദ്ദേഹത്തിന്റെ അസുഖം മാറിയെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അദ്ദേഹം വിലമതിച്ചത് യേശുവിന്റെ ആ തലോടലായിരിക്കും. അപ്പൊ യേശുവിന്റെ കരുണ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ലേ സഹോദരങ്ങളെ? ഇനി നമുക്കറിയാം, യേശു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ മറ്റ് സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ യേശു ഇങ്ങനെ വഴിയിൽ കൂടി നടന്നു പോകുന്ന സമയത്ത്, അടുത്ത ചിത്രത്തിൽ നമ്മൾ കാണുന്നു, ചില കുഷ്ഠരോഗികൾ ദൂരെ നിന്നുകൊണ്ട്, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറഞ്ഞു. യേശു അത് കാണാതെ പോയില്ല. യേശു അവർക്ക് സൗഖ്യം കൊടുത്തു. സൗഖ്യം കൊടുത്ത 10 പേരുണ്ടായിരുന്നു. 10 പേരിൽ 9 പേരും ആ വഴിക്ക് പോയി. ഒരാൾ മാത്രം വന്ന് നന്ദി പറഞ്ഞു. അപ്പൊ യേശു എന്ത് നോക്കിയില്ല? ഒരു പ്രതിഫലവും യേശു ആഗ്രഹിച്ചില്ല, ഇല്ലേ? ഒന്നും പ്രതീക്ഷിക്കാതെ നന്ദി പറയാത്ത ആളുകളോട് പോലും യേശു കരുണ കാണിച്ചതായിട്ട് നമുക്ക് കാണാം. ഇനി ഒരു സന്ദർഭത്തിൽ യേശു വളരെ ക്ഷീണിച്ചിരുന്ന സമയത്ത്, അല്പം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു വലിയൊരു ജനക്കൂട്ടം യേശുവിന്റെ അടുത്ത് ഓടിയെത്തി. യേശു അവരോട് പറഞ്ഞില്ല, നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടോ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, പ്ലീസ് ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്നൊന്നും യേശു പറഞ്ഞില്ല. യേശു എന്ത് ചെയ്തു? അവരെ കണ്ടപ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണെന്ന് കണ്ടിട്ട് മനസ്സലിഞ്ഞ് യേശു അവരോട് ഉപദേശിച്ചു. അപ്പൊ യേശുവിന്റെ കരുണ എത്ര വലുതാണ്! യഹോവ കഴിഞ്ഞാൽ നമുക്ക് അനുകരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാതൃക യേശു ക്രിസ്തുവാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയാണ് നമ്മുടെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട വശത്തിലേക്ക് വരുന്നത്. യഹോവ കരുണ കാണിച്ചു, യേശു ക്രിസ്തു കരുണ കാണിച്ചു. നമ്മൾ കരുണ കാണിക്കണോ? യഹോവ കരുണ കാണിച്ചു, യേശു ക്രിസ്തു കരുണ കാണിച്ചു. നമ്മൾ കരുണ കാണിക്കേണ്ടതുണ്ടോ? ഇതറിയാനായിട്ട് നമുക്കൊരു വാക്യം നോക്കാം. ലൂക്കോസ് 6-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ അതിന്റെ ഉത്തരം നമുക്ക് കാണാം. ലൂക്കോസ് 6-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിലേക്ക് ദയവായി നിങ്ങളുടെ ബൈബിൾ തുറക്കുക. ലൂക്കോസ് 6:36 അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക. അപ്പൊ യഹോവ കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? കരുണയുള്ളവരായിരിക്കണം എന്നിവിടെ പറയും, അല്ലെ? നമുക്ക് ഈ കരുണ എങ്ങനെ കാണിക്കാനായിട്ട് സാധിക്കും? ഏതെല്ലാം വിധങ്ങളിൽ കാണിക്കാൻ സാധിക്കും? യഹോവ കരുണ കാണിച്ചു, നമുക്ക് എങ്ങനെ കാണിക്കാം? ഒരു വിധം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുക പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? ചില ആളുകളൊക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്, ഞാൻ മരിച്ചാലും ക്ഷമിക്കില്ല, ആ വ്യക്തി എന്നോട് ചെയ്ത ക്രൂരത അറിയാമോ, ഇത്രമാത്രം ഇയാൾ എന്നെ ദ്രോഹിച്ചിരിക്കുന്നു, ഞാൻ മരിച്ചാലും എന്നോട് ക്ഷമിക്കില്ല എന്ന് പറയുന്നുണ്ട്, അല്ലെ? സഹോദരങ്ങളെ, മനശ്ശയുടെ പാപം ക്ഷമിച്ച, ദാവീദിന്റെ പാപം ക്ഷമിച്ച യഹോവ ഈ വ്യക്തിയെ കാണുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? മനശ്ശയുടെ പാപം ക്ഷമിച്ച യഹോവ ഒരു വ്യക്തി പറയാണ്, ഞാൻ മരിച്ചാലും ക്ഷമിക്കില്ല എന്ന് പറയുന്ന വ്യക്തിയോട് എന്തായിരിക്കും തോന്നുന്നത്? അപ്പൊ യഹോവ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന, മറ്റുള്ളവർ ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും നമ്മൾ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് തന്നെ അത് ദോഷം ചെയ്യും. ക്ഷമിക്കാത്ത വ്യക്തിക്കല്ല. ഇത് മനസ്സിലാക്കാൻ ഒരു ദൃഷ്ടാന്തം നോക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുകയാണ്, അല്ലെ? ഈ മൊബൈൽ ഫോൺ ഒന്ന് പൊക്കി പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്, ഈസിയാണ് പൊക്കി പിടിക്കാൻ പറ്റും. പക്ഷെ ഇതേ മൊബൈൽ ഫോൺ ഒരു അരമണിക്കൂർ നേരം ഞാനിങ്ങനെ ഉയർത്തി പിടിക്കുകയാണെങ്കിലോ എൻ്റെ കൈ കഴിക്കും, അല്ലേ? ഒരു ദിവസം മുഴുവൻ ഞാനിങ്ങനെ ഉയർത്തി പിടിക്കുകയാണെങ്കിലോ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഭാവന ചെയ്യാൻ കഴിയും, അല്ലേ? അപ്പൊ എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര അധികം നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നു
അത്രത്തോളം നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സഹോദരങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് ക്ഷമിച്ചുകൊണ്ട് യഹോവയുടെ കരുണ അനുകരിക്കാം. ഇനി നമുക്കിത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വിധം എന്താണ്? 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് അതിന്റെ ഉത്തരം കാണാം. മറ്റൊരു വിധം കൂടിയുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കഷ്ടതകളിലെല്ലാം ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആശ്വാസം കൊണ്ട് ഏതു തരം കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. ഇപ്പൊ യഹോവ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടിയിരിക്കുന്നു, പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കും. സഭയിൽ മാത്രമല്ല എങ്കിലും ഈ അവസരത്തിൽ സഭയിൽ എങ്ങനെ കാണിക്കാൻ നമുക്ക് നോക്കാം. സഭയിൽ കാണിക്കാൻ കഴിയുന്ന 4 വിധങ്ങൾ ഇവിടെ കാണുന്നു അല്ലെ. ഇടതുവശത്ത് മുകളിലായിട്ട് ഒരു ചിത്രം കാണും. അവിടെ പുതിയ ഒരാൾ നമ്മുടെ മീറ്റിംഗിൽ വരികയാണ്, ഒരു താല്പര്യക്കാരൻ മീറ്റിംഗിൽ വരികയാണ്. ആ സഹോദരൻ എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ സ്വാഗതം ചെയ്യുന്നു അല്ലെ. നമ്മുടെ സഭയിൽ പുതിയവരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ ആളുകളുടെ പരിഹാസവും നിന്ദയും കളിയാക്കലും എല്ലാം സഹിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അവരെ കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്തിലേക്ക് പോയി അല്പം ഒരു ആശ്വാസമാക്കി പറയാൻ നമുക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ കാണിക്കുന്നു, കരുണ കാണിക്കുന്നു. താഴെ നമുക്ക് രണ്ടാമതൊരു കൂട്ടം ആളുകളെ കാണാം. ഇടതുവശത്ത് ആരാണ്? വൃദ്ധരായ സഹോദരങ്ങൾ, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന സഹോദരങ്ങൾ. വളരെ കഷ്ടപ്പെട്ടായിരിക്കും അവർ മീറ്റിങ്ങിന് വരുന്നത് അല്ലേ. അവർ മീറ്റിങ്ങിന് വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ആ പ്രായത്തിന്റെ സഹോദരങ്ങളുടെ അടുക്കൽ ഇരുന്ന് അല്പസമയം അവരോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷെ അവർക്ക് മീറ്റിങ്ങിന് വരാനുള്ള വാഹന സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇനി അതുപോലെ അവർക്ക് ഈ ടാബ് ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല. ചെറുപ്പക്കാർക്ക് ടാബ് എങ്ങനെ ഉപയോഗിക്കാം, JW ലൈബ്രറി എങ്ങനെ ഉപയോഗിക്കാം, അതിനുള്ള സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഈ വിധങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? പ്രായം ചെയ്യുന്ന സഹോദരങ്ങളോട് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കും. ഇടതുവശത്ത് മുകളിലായിട്ട് എന്ത് കാണുന്നു? രോഗിയായ ഒരു വ്യക്തി. സഹോദരങ്ങളെ, നമ്മുടെ സഭയിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി രോഗിയാണ്, അദ്ദേഹം ആശുപത്രിയിലാണെന്ന് നമ്മൾ അറിഞ്ഞു. എന്ത് ചെയ്യും? കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല, അറിഞ്ഞു അറിഞ്ഞില്ല. ഈ ഒരു മനോഭാവമാണോ? അത് നമ്മൾ അവരുടെ അടുക്കിലേക്ക് പോയി അവരെ കാണാൻ ശ്രമിക്കുമോ? ആശുപത്രിയാണെങ്കിൽ ആശുപത്രിയിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ പോയി കാണാൻ നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിഞ്ഞൊരു സംഗതിയുണ്ട് അല്ലേ. എല്ലാവരുടെ കൈവശം മൊബൈൽ ഫോൺ ഉണ്ടല്ലേ. ഒരു കോൾ ചെയ്തുകൊണ്ട് സഹോദര സഹോദരി എങ്ങനെയുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട്, ഞാൻ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എത്രയും വേഗം അസുഖം ഭേദമാകട്ടെ എന്ന് പറയാനുള്ള ഒരു മനസ്സലിവ് നമുക്കുണ്ടോ? നമുക്ക് സ്വയം പരിശോധിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന 4-ാമത്തെ വിധം അവിടെ കാണുന്നു. മരണത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട് അല്ലെ. അവരെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള സഹോദരങ്ങളുടെ അടുക്കൽ നമുക്ക് പോകാം, അവരെ ചേർത്ത് നിർത്താം. ഒരു കൂടപ്പിറപ്പിനെ പോലെ കരയുന്നവരോടൊപ്പം നമുക്ക് കരയാൻ സാധിക്കും. അപ്പൊ ഈ വിധങ്ങളിലൊക്കെ നമുക്ക് കരുണ കാണിക്കാൻ ശ്രമിക്കാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമ്മുടെ വീടുതോറുമുള്ള വേലയിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് ചില ആളുകൾ ബൈബിൾ പഠിക്കാൻ താല്പര്യം കാണിച്ചേക്കാം. അപ്പൊ നമ്മൾ അവരോട് പറയും, അടുത്ത ആഴ്ച വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ചയായി നല്ലൊരു മഴയായിരുന്നു, പക്ഷെ ഇന്ന് പോകണ്ട, ഒരാഴ്ച തള്ളി വെച്ചു. അതിൻ്റെ അടുത്ത ആഴ്ചയായപ്പോൾ ഇന്ന് നല്ലൊരു നടുവേദന, ക്ഷീണം, എന്നാൽ ഇന്ന് പോകണ്ട എന്ന് വിചാരിച്ചു. ഒരാഴ്ചയോട് തള്ളി വെച്ചു. അന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിക്ക് പോകണമായിരുന്നു, ശരി എന്ന് പറഞ്ഞ അവസാനം പോകാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുന്നുണ്ട്. അത് യേശുവിനെ പോലെ ഇടനില്ലാത്ത ആടുകളെ പോലെയാണെന്ന് കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് ത്യാഗങ്ങൾ ചെയ്ത് ബൈബിൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോയി അവരെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുണ കാണിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മൾ കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുന്ന മറ്റു വിധങ്ങളുണ്ട്. എവിടെയായിരുന്നാലും കരുണ കാണിക്കാം. ജോലി സ്ഥലത്ത് കാണിക്കാം, സഹപാഠികളോട് കാണിക്കാം, നിസ്സാരം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് കരുണ കാണിക്കാം. അതെങ്ങനെ കാണിക്കാം? നമുക്ക് അറിയാം, നമ്മുടെ ഇടയിൽ യുവജനങ്ങളുണ്ട് അല്ലേ, നല്ല ആരോഗ്യമുള്ള ആളുകളുണ്ട്. നമുക്ക് നല്ലൊരു സീറ്റ് കിട്ടി, വളരെ സന്തോഷിച്ച് നമ്മൾ ഇരിക്കുകയാണ്. തൊട്ടടുത്തൊരു വൃദ്ധൻ നിൽക്കുന്നു, പ്രായം ചെന്ന ഒരാൾ കുടയും പിടിച്ചിങ്ങനെ ആടിയായിട്ട് നിൽക്കുന്നു. നമ്മൾ അവിടെ തന്നെ ഇരിക്കുമോ? അയാളെന്നോട് പോട്ടെ, എനിക്ക് എൻ്റെ സുഖം മാത്രം മതി എന്നാണ് ചിന്തിക്കുന്നത്. അതോ ആ വൃദ്ധന് വേണ്ടി, ആ സുഖമില്ലാത്ത ആൾക്ക് വേണ്ടി നമ്മുടെ സീറ്റ് മാറിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്? ചെറിയൊരു കാര്യമാണ് അല്ലേ. അവിടെ പോലും നമുക്ക് എന്ത് കാണിക്കാൻ സാധിക്കും? കരുണ കാണിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ യഹോവയുടെ നാമം മഹത്വപ്പെടും. ഒരുപക്ഷെ ആ വ്യക്തി നാളെ ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് മാറി തന്നു, ഒരു സാക്ഷ്യം കൊടുക്കാൻ ഒരു അവസരം കിട്ടിയേക്കും അല്ലെ. അപ്പൊ ഈ വിധങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് കരുണ കാണിക്കുന്നവരായിരിക്കാൻ സാധിക്കും. കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത്? അതിന്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് മത്തായി 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് നമ്മുടെ ബൈബിൾ തുറക്കാം. മത്തായി 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. എന്തുകൊണ്ടാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത് എന്നവിടെ പറയുന്നു. മത്തായി 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കരുണ കാണിക്കുന്നവർ സന്തുഷ്ടർ, കാരണം അവരോടും കരുണ കാണിക്കും.
നമ്മൾ ഇന്ന് ഒരാൾക്ക് കരുണ കാണിച്ചാൽ നാളെ ഒരുപക്ഷെ ആ വ്യക്തിയോ മറ്റാരെങ്കിലുമോ നമ്മളോട് കരുണ കാണിച്ചേക്കാം. നമുക്ക് നാളെ വയസ്സാകും, നമ്മളും നാളെ രോഗികളാകും. അപ്പൊ ആളുകൾ കരുണ കാണിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാം. ഇവരാരും കരുണ കാണിച്ചില്ലെങ്കിലും ആരും കരുണ കാണിക്കും? യഹോവ നമ്മളോട് കരുണ കാണിക്കും. കരുണ കാണിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കും. യാക്കോബ് 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവസാനമായി നമുക്ക് ആ വാക്യം കൂടെ നോക്കാം. യാക്കോബ് 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? കരുണ കാണിക്കാത്തയാൾക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ കാണിക്കാത്ത ആൾക്ക് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കരുണ കാണിക്കുന്നവരായിരിക്കാം. നമുക്ക് ആരെ പോലെ ആയിരിക്കാം? ആ നല്ല ശമര്യക്കാരനെ പോലെ ആയിരിക്കാം. ആരെ പോലെ ആകാതിരിക്കാം? ആ ഒഴിഞ്ഞു മാറി നടന്ന ലേവിനെ പോലെയും പുരോഹിതനെ പോലെയും നമുക്ക് ആകാതിരിക്കാം, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരുപക്ഷെ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ചിലപ്പോഴെങ്കിലും കരുണ കാണിക്കാൻ നിങ്ങളോ ഞാനോ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും കുറ്റബോധം തോന്നിയേക്കാം. ശരി, അന്ന് ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കരുണ കാണിച്ചിരിക്കാമായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്തു, അയ്യോ ഞാൻ അയാൾക്ക് സീറ്റ് കൊടുത്തില്ല. രാജ്യങ്ങളിൽ ഒരു പുതിയൊരു വ്യക്തി വന്നു, അയ്യോ ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചില്ല. രോഗിയായ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അയ്യോ എനിക്ക് സംസാരിക്കാമായിരുന്നു, പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് കുറ്റബോധം ഒരു പക്ഷെ തോന്നിയേക്കാം. അതിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലും ക്ഷമിക്കാൻ യഹോവ തയ്യാറാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയുള്ള നമ്മുടെ നാടുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് കരുണ കാണിക്കാം. കരുണയുടെ മൂർത്തിമഭാവമായ യഹോവയെ നമുക്ക് അനുകരിക്കാം. യേശുക്രിസ്തുവിന്റെ നല്ല മാതൃക നമുക്കുണ്ട്. ആ മാതൃക നമുക്ക് പിൻപറ്റാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും, സമസ്ത മണ്ഡലങ്ങളിലും നമുക്ക് കരുണ പ്രതിഫലിപ്പിക്കുന്നതിനായിരിക്കാം. അങ്ങനെ ചെയ്തുകൊണ്ട് സകല നിത്യതയിലും കരുണയുടെ മൂർത്തിമഭാവമായ മനസ്സലിവുള്ള നമ്മുടെ സ്നേഹവാനായ സ്വർഗീയ പിതാവിനെ എന്നെന്നും സന്തോഷത്തോടെ നമുക്ക് സേവിക്കാം.